നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തല്ലിയത് അവനല്ല, അവന്റെ ഏതോ കൂട്ടുകാരനാ. കൂട്ടുകാരനെ കൊണ്ട് സന്ദീപ് ചെയ്യിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നതിന്റെ പേരില് നിനക്ക് വേറെ കല്യാണം ആലോചിച്ച കൊന്നുകളയുന്ന അവന്റെയും കൂട്ടുകാരന്റെ ഭീഷണി. മോളത് കാര്യാക്കണ്ട. ഓരോരുത്തന്റെയും തനിനിറം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. മോളെ, അവനെ കുറിച്ചുള്ള എന്തെങ്കിലും ആഗ്രഹം മോളുടെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്കണം മോളെ. എന്താടാ ഒരു ഇളക്കം? ആ കോളാണ് അവന്, ആ സന്ദീപിന്. അവന് ഇടി കൊടുത്തു? ഇല്ലപ്പാ, അവനെ ഇടിച്ചതുകൊണ്ട് ഇക്കാര്യത്തില് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിപ്പോ അവന് ഇടി കിട്ടുന്നതിനേക്കാൾ വലിയ ഷോക്കാണ് കിട്ടാൻ പോകുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് നാളെ അവൻ പ്രതിയാവും. ദേവൂട്ടേച്ചിയും കുടുംബവും അവനെ വെറുക്കും. എന്നെയും ചേച്ചിയും തമ്മിൽ തെറ്റിച്ചതിന്റെ പേരില് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ്. നേരിട്ട് അവനൊരു പണി കൊടുക്കാമായിരുന്നു. അവന്റെ ഇടത്തെ വാരിയിൽ നോക്കൊരു 4 ഇടി. കുറച്ചു നാള് അവൻ അതും വച്ചോണ്ടിരുന്നേ. ഇതാ പറയുന്നേ, അപ്പന് വലിയ ശരീരം മാത്രമേ ഉള്ളൂ, തല ചെറുതാന്ന്. അപ്പാ, ദേവൂട്ടേച്ചിയുടെ അച്ഛന് തല്ല് കിട്ടിയ സമയത്ത് തന്നെ അവനും തല്ല് കിട്ടിയ സംശയം വേറെ വഴിക്ക് പോവും. അത് വേണ്ടപ്പാ, അവരവനെ തന്നെ സംശയിക്കണം. കൺമുന്നിൽ നിന്ന് അവനെ ആട്ടി ഓടിക്കണം. അതിന്റെ ആദിയിൽ അവൻ ഈ നാട്ടിൽ നിന്ന് പോണം. അതാണ് എന്റെ പ്ലാൻ. എന്ത് പ്ലാനാ അപ്പനും മോനും കൂടി ഉണ്ടാക്കാൻ പോകുന്ന? ബാങ്ക് കൊള്ളയോ അതോ സ്വർണ്ണക്കട ഭേദനോ? അതൊക്കെ ചീളല്ലേ അമ്മ, അതിലും വലിയ പദ്ധതികളല്ലേ. സമയാവുമ്പോ അമ്മ അറിയും. എനിക്കൊന്നും അറിയണ്ട. അപ്പനായി മോനായി നിങ്ങളുടെ പ്ലാനായി. അല്ല, ആ പ്ലാൻ ഉണ്ടാക്കാനാണോ നീ ഇത്രയും വൈകിയത്? മണി എത്രയെന്ന് കണ്ടോ? എവിടെയായിരുന്നു ഇത്രയും നേരം? അമ്മേ, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയി. എന്നിട്ട് അവനെവിടെ? അവൻ പോയി. ബസ് കയറ്റിവിട്ടിട്ടല്ലേ ഞാൻ വന്നത്. നീ കഴിച്ചു എന്തേലും? ഇല്ലമ്മേ. എന്നാ കൈ കഴിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഒന്നും പറയണ്ട. ഒരു പനിക്കോളുണ്ട്. നിന്റെ ഗുളിക വല്ല ഇരിപ്പുണ്ടോ? ആ, ഗുളികയുണ്ട്. പക്ഷെ ഇത് ചുക്ക് കാപ്പിയാ. രണ്ടും കൂടി ആവുമ്പോ എങ്ങനെയാ? ഓ, അതൊന്നും സാരമില്ലെന്നേ. പണ്ട് നാട്ടിലൊരു വൈദ്യനുണ്ടായിരുന്നു. പനിയായിട്ട് ചെല്ലുന്നവർക്ക് ആശാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു കഷായം കൊടുക്കും. അതിന്റെ ചേരുവകളൊക്കെ വളരെ രഹസ്യ. പക്ഷെ അത് കുടിക്കുന്നവർക്ക് പനി മാറും. അതുകൊണ്ട് ആൾക്കാർ അത് വാങ്ങി കുടിച്ചു. പക്ഷേ പിന്നീട് ഒരിക്കല് വൈദ്യര് സഹായം തമ്മിൽ തെറ്റി. അപ്പോഴാ കഷായത്തിന്റെ രഹസ്യം പുറത്തു വന്നത്. എന്തായിരുന്നു രഹസ്യം? കഷായത്തില് ഗുളിക പൊടിച്ച് ചേർക്കും. എന്റെ ദേവി. അതുകൊണ്ട് ചുക്കാപ്പിയുടെ കൂടെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട് ഒരു തകരാറുമില്ല. നീ പോയി ഗുളിക എടുത്തിട്ട് വാ.